ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഫോണുമായിട്ടാണ്. സാംസങ് ഗാലക്സിയുടെ F54 5G എന്ന് പറയുന്നൊരു മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് മോഡൽ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എന്ന് പറയാം, കൂടുതൽ പറയുന്നത് ഒത്തിരി നീണ്ടുപോകും. ഞാൻ സൈഡിലെങ്ങാനൊക്കെ കാണിച്ചു തരാം, അല്ലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫുൾ സ്പെസിഫിക്കേഷൻ ഇടാം. അപ്പോൾ ഇത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രൊസസ്സർ എന്ന് വെച്ചാൽ എക്സിനോസിൻ്റെ 1380 എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. അത്യാവശ്യം മോശമല്ലാത്തൊരു മിഡ് റേഞ്ച് പ്രൊസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറും കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 6.67 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ അമോലെഡ് പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടുന്നൊരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്, അതും വലിയൊരു കോംപ്രമൈസ് വരുത്താതെ 6000 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. ലിഥിയം പോളിമറിൻ്റെ ഒരു ബാറ്ററി വരുന്നുണ്ട്. വിത്തൗട്ട് ചാർജറാണ്, അഡാപ്റ്റർ. നമുക്ക് കേബിൾ ഇതിനകത്ത് വരും. അപ്പോൾ സാംസങ്ങിന് അത് പണ്ടേ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് വിടാം. അതിനുശേഷം ഞാൻ കുറേ വീഡിയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഇതിൻ്റെ ഇടയിൽ തന്നെ ആഡ് ചെയ്യാം. പിന്നെ പറയേണ്ട ഒരു കാര്യം, Wi-Fi 6 വരുന്നുണ്ട്, വിത്ത് ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്. പിന്നെ ഫോൺ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫോൺ ഇതാണ്, എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. ബാക്ക് കണ്ട് കാണും. ഇതിനകത്ത് നമുക്ക് എല്ലാ കളറും തെളിഞ്ഞ് വരും. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കളറ്. പിന്നെ നമ്മുടെ ഇരിക്കുന്ന വേരിയൻറ്റ് 8256 GB ആണ്. ഇതിനുള്ള വേരിയൻറ്റും അത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് UFS 2.2 ആണ് വരുന്നത്. LPDDR4X RAM വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ നമുക്ക് ഉപകാരപ്പെടുന്നൊരു ഫീച്ചർ, ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് 1 GB വരെ എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ചെറിയൊരു കോംപ്രമൈസ് അവിടെ വരുത്തുവാണെങ്കിൽ, ഡ്യുവൽ സിം ഒഴിവാക്കിയിട്ട് ഒരു സിമ്മും സിംഗിൾ സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് വിടുവാണെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്, വേണ്ടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. ഞാൻ ഡിസ്പ്ലേ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത്രത്തോളം വരും ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു 30,000 രൂപയ്ക്കകത്ത് വർത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാംസങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ ഫാൻസി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി ഓവർ ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് വേണ്ടാത്ത ആൾക്കാർക്ക് സാംസങ് ഇതൊരു വർത്ത് ആയിട്ടുള്ള ഒരു ഫോണാണെന്ന് ഞാൻ പറയാം. പിന്നെ ഒരു ഗുഡ് ഫോൺ ഈ ഒരു പ്രൈസിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇത് വർത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഗുഡ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സാംസങ്ങിൻ്റെ 5 വർഷത്തെ ടോട്ടൽ അപ്ഡേറ്റ് ഇത് വരുന്നുണ്ട്. 4 വർഷത്തെ മെയിൻ OIS അപ്ഡേറ്റും അതേപോലെ തന്നെ എക്സ്ട്രാ 1 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടോട്ടൽ 5 വർഷത്തെ അപ്ഡേറ്റ് വരുന്നുണ്ട്. 4 വർഷത്തെ മെയിൻ OIS അപ്ഡേറ്റും അതേപോലെ തന്നെ ഇതിപ്പം വരുന്നത് ONUI 5.1 ആൻഡ്രോയിഡ് 13 നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 17 വരെ ഇതിനകത്ത് അപ്ഡേറ്റ് കിട്ടും. അതെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം നല്ലൊരു ടൈം ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 4 വർഷം സുഖമായിട്ട് ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. 5 വർഷം 4 വർഷം OIS നമുക്ക് പുതിയത് അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ജസ്റ്റ് കാണുവാണെങ്കിൽ മനസ്സിലാവും. പിന്നെ ബ്രൈറ്റ്നസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ ബ്രൈറ്റ്നസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബ്രൈറ്റ്നസ് നമുക്ക് അത്യാവശ്യം ഒരു 800 nitsന് എബോവ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ വെയിലൊക്കെ ഉള്ള സമയത്ത് ഇറങ്ങുവാണെങ്കിൽ അത്യാവശ്യം ബ്രൈറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇത് ഫുൾ ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ബാക്കി സാംസങ്ങിൻ്റെ അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം സ്പെസിഫിക്കേഷൻസ് വൈസ് ഇതിൽ വരുന്നതുകൊണ്ട് ഞാൻ താഴോട്ട് ആഡ് ചെയ്യാം. പിന്നെ ആ ഒരു പ്രൈസ് നമുക്കൊരു ഓഫറിലൊരു 27 ആ റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ ബെസ്റ്റാണ്. പിന്നെ അതിലും കുറഞ്ഞ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടനെ ഒന്നും കിട്ടത്തില്ല. ഒരു 6 മാസമൊക്കെ കഴിയും ഈ ഒരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ഓഫറിൽ വരണമെങ്കിൽ. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കുറച്ച് ഫൂട്ടേജസ് ഒക്കെ കാണിക്കാം. അതിന് മുമ്പ് ഞാൻ ക്യാമറ ഓപ്ഷൻസ് പറയാം. അത് നിങ്ങൾക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുന്നുണ്ട്. അപ്പം അവനും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് ഞാൻ ക്യാമറയുടെ ഓപ്ഷൻസ് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്യാമറയുടെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, സ്റ്റെബിലൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫൺ എന്ന് പറയുന്നൊരു മോഡ് ഫസ്റ്റിലേ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരും. അതുപോലെ തന്നെ നമുക്കിവിടെ പോർട്രേറ്റ് മോഡ് വരും. പോർട്രേറ്റ് മോഡ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഡെപ്തൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫോട്ടോ മോഡ് എടുക്കുവാണെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. 0.5 എന്ന് പറയുമ്പോൾ അൾട്രാ വൈഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ക്യാമറ വരുന്നുണ്ട്, 2x വരുന്നുണ്ട്. മാക്സിമം സൂം നോക്കുവാണെങ്കിൽ 10x വരെ നമുക്ക് സൂം ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം 10x വരെ സൂം ചെയ്യാൻ പറ്റും. 10x എന്ന് പറയുമ്പോൾ ഇത്രയും വരും ഔട്ട്പുട്ട്. അപ്പോൾ അതിനുശേഷം നോക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോ മോഡ് എടുക്കാം. വീഡിയോ മോഡിനകത്ത് നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഫുൾ HD നമുക്ക് 60 വരുന്നുണ്ട്, UHD 30 വരുന്നുണ്ട്. UHD മീൻസ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ
വരെ UHD30 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ UHD30 ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എടുക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്വിച്ച് ചെയ്യാം, നമുക്ക് റെയർ ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യുമ്പം UHD30 കിട്ടുന്നൊരു ഫുട്ടേജ് ഇതാണ്. ഈ ഒരു ഫുട്ടേജ് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സ്റ്റെബിലൈസേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ HD30 ഇടേണ്ടി വരും. അവിടെ ചെറിയൊരു കോംപ്രമൈസ് വരുന്നുണ്ട്. കാരണം നമുക്ക് അൾട്രാ സ്റ്റഡി മോഡ് ഓൺ എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ലാതെ നമുക്ക് സെറ്റിങ്സിൽ കയറുമ്പം അവിടെ ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓണായി കിടക്കുന്ന ഒരു മോഡ് കാണാൻ പറ്റും. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സൈഡിൽ ആഡ് ചെയ്യാം. ഇവിടെ മാത്രമാണ് നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യാൻ പറ്റുന്നത്. ഞാനിത് സ്വിച്ച് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫുൾ HD30 ഇട്ടിട്ട് നമുക്ക് സ്റ്റഡി മോഡ് ഓൺ ചെയ്തിടാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് അകത്ത് വീഡിയോ സ്റ്റെബിലൈസേഷൻ കയറി നോക്കുന്ന ടൈമിൽ അത് ഓഫായിട്ടാണ് കിടക്കുന്നത്, നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് സ്വിച്ച് ചെയ്ത് കാണിക്കാം. നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല സംഭവം. പിന്നെ സ്റ്റഡി മോഡ് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. സ്റ്റഡി മോഡ് ഓൺ ചെയ്യുമ്പം വീഡിയോ ഫുൾ HD30 താണ്ടേ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു പോരായ്മയാണ് എന്നാണ് എൻ്റെ ഒരു കാര്യം. കാരണം അതൊരു പോരായ്മയാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതേപോലെ തന്നെ നമുക്ക് UHD30 ഇടുമ്പം സ്റ്റെബിലൈസേഷൻ അവിടെയും ഓഫാണ്. കാണിച്ചു തരാം, അവിടെയും സ്റ്റെബിലൈസേഷൻ ഓഫാണ്, നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്നൊരു ചെറിയ പോരായ്മ. പിന്നെ മോറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രോ മോഡ് വരുന്നുണ്ട്. പ്രോ മോഡ് സ്ക്രീൻ റെക്കോർഡ് സൈഡിൽ കാണിച്ചു തരാം. പ്രോ മോഡിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മോഡിനകത്ത് നമുക്ക് സിംഗിൾ ടേക്ക് വരുന്നുണ്ട്, പ്രോ വീഡിയോ മോഡ് വരുന്നുണ്ട്, നൈറ്റ് മോഡ് വരുന്നുണ്ട്, ഫുഡ്, പനോരമ, മാക്രോ, സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്. ഇതിനകത്ത് മിസ്സായിട്ടുള്ളൊരു കാര്യമുണ്ട്, പോർട്രേറ്റ് വീഡിയോ മിസ്സിങ് ആണ്. അത് ചിലപ്പോൾ അപ്ഡേറ്റ് വരുന്ന ടൈമിൽ വരുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറ വൈസ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് സാംസങ് ഗാലക്സി F54ൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS-ലാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 4K വരുന്ന ഫോൺസേ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വിരലിൽ എണ്ണാവുന്ന ഫോൺസേ ഉള്ളൂ, വേണമെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നൊരു ഫോണാണ്. 4K 30 FPS ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ബാക്കി ഫോണുകളെ പറ്റി പറയണ്ടല്ലോ, 4K 60 ഒക്കെയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ 4K വരുന്ന ഒരു കിടിലൻ ഫോൺ എന്ന് വേണമെങ്കിൽ ഞാൻ ആദ്യമേ പറയാം. കാരണം 4Kയുടെ ഔട്ട്പുട്ട് എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു, 4K വീഡിയോയുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് കാണിക്കാം. എനിക്ക് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് തോന്നുന്നുണ്ട് ഫേസൊക്കെ വരുന്ന ടൈമിൽ. നമ്മുടെ സൺലൈറ്റ് വരുന്ന ടൈമിൽ അത്യാവശ്യം ആ ഒരു ഇതൊക്കെ ഫ്ലെയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം കയറി വരുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിച്ചു പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷാർപ്നെസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാറട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS വരുന്നുണ്ട്, അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കും. അതുപോലെ തന്നെ റിയർ കൊണ്ട് നമുക്കത് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ അറിയത്തില്ല, ചെക്ക് ചെയ്ത് നോക്കാം. അതും മാക്സിമം വരുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 4K 30 FPS ആണ് റിയർ ക്യാമറയിലും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിയൊക്കെ കാണിക്കാം, ജസ്റ്റ് എത്രത്തോളം നോ ഷേക്ക് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ടെന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓടുന്നുണ്ട്, ഇപ്പം ഓടി കാണിക്കാൻ ശ്രമിക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഞാൻ ഓടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇതാണ് ഫ്രണ്ട് ക്യാമറ 4K 30 പ്ലസ് റെയർ ക്യാമറ 4K 30 ഒരു ഔട്ട്പുട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ വിലയിരുത്തും. അതേപോലെ തന്നെ നമുക്ക് ഫുൾ HD 60-ലും ഫുൾ HD 30-ലും റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലും റെയറിലും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടുത്തതായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫുൾ HD 60-ലാണ് ഫ്രണ്ട് ക്യാമറ. അതേപോലെ തന്നെ റെയർ ക്യാമറയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ ഒരു റെസൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ഫോക്കസിങ് ടെസ്റ്റ് നമ്മൾ നടത്തിയില്ല, അത് ഫുൾ HDയുടെയും അതേപോലെ തന്നെ UHDയുടെയും. UHD മീൻസ് 4K ആണ്. അത് പലർക്കും ഒരു അറിയാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയത്തില്ലെന്നല്ല, കുറച്ച് ശതമാനം ആൾക്കാർക്ക്. കാരണം ഞാൻ പലരുടെയും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ അത്യാവശ്യം സീരീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരതങ്ങ് ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഒരു ഐഫോൺ ഉപയോഗിക്കുന്ന ആളുടെ അടുത്ത് പോയപ്പോഴും പുള്ളിക്കും അത് അറിയാൻ വയ്യ. പുള്ളി അതൊന്നും ശ്രദ്ധിക്കത്തില്ല. അവരുടെ യൂസിന് വേണ്ടിയിട്ട് ക്യാമറ യൂസ് ചെയ്യുന്ന ഐഫോണിനകത്ത് പിന്നെ 1080p-ലെടുത്താലും 4K-ലെടുത്താലും അത് അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നവർക്കേ ആ ഒരു ഔട്ട്പുട്ട് മനസ്സിലാകത്തുള്ളൂ. ഫോണിൽ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും, കാരണം അത്രയ്ക്ക് നല്ല ഔട്ട്പുട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ജസ്റ്റ് ഫോക്കസിങ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ വലുതായിട്ട് നമ്മൾ നോക്കണം. നമ്മൾ
അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ആവുന്നുണ്ട്. പക്ഷേ ഫോക്കസ് ആവുന്നുണ്ട്, റീഫോക്കസ് ആവുന്നുണ്ട്. പിന്നെ ആ ഒരു എസ് സീരീസ് ഫോൺസിൻ്റെ അത്രയും ഒന്നുമില്ല, കാരണം അത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ജസ്റ്റ് സ്റ്റെബിലൈസേഷൻ ഒന്ന് നോക്കാം. സ്റ്റെബിലൈസേഷൻ കാണിച്ചു തരാം. സ്റ്റെബിലൈസേഷൻ പരമാവധി ഓടുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക 4K-ലാണോ 1080p-ലാണോ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇതാണ് ഫുൾ HD 60 FPS വീഡിയോ ടെസ്റ്റ്. അപ്പോൾ ഈ ഫോൺ നമുക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടിയതാണ്, പുതിയ മോഡലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുവാണ്. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഫോട്ടോസൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ടൈം കുറവാണ്, എങ്കിലും മാക്സിമം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇനി എടുക്കണം. ഫുൾ HD 30 വീഡിയോ വേണ്ടല്ലോ, ഇത്രയും പോരെ മാക്സിമം. കാരണം 8GB 256 വരുന്നുണ്ട് മോഡലിനകത്ത്. അതുകൊണ്ട് തന്നെ ഫുൾ HD 60 എടുക്കുക നിങ്ങൾ മാക്സിമം. 4K 30 എടുത്തില്ലെങ്കിൽ ഫുൾ HD 60 മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. എനിക്ക് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ സ്റ്റോറേജ് കൂടുതൽ വേണം, അതേപോലെ തന്നെ നമുക്ക് വീഡിയോസ് കൂടുതൽ എടുക്കണം എന്നുള്ളവർക്കൊക്കെ വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്യാമറ. ഇതാണ് വ്ളോഗിങ് പൊസിഷൻ. എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ മൊത്തം എടുക്കുന്നത്. അപ്പോൾ ക്യാമറയിലോട്ട് നോക്കുമ്പം മാത്രമേ ഒരു ഫേസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഞാൻ മെയിനായിട്ട് എൻ്റെ ഫേസിൽ തന്നെയാണ് നോക്കുന്നത്, കാരണം ആ ഒരു ഷാർപ്നെസ്സൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ റോഡിൽ കൂടെ പോകുന്നുണ്ട്, എല്ലാം നോക്കി ചിരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ HD 30 ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് നമുക്ക് അൾട്രാവൈഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അൾട്രാവൈഡിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഔട്ട്പുട്ട്, ഫുൾ HD 30-കകത്ത് മോശമില്ലാത്ത ഒരു ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് മൊത്തത്തിലൊരു ഓവറോൾ സ്വിച്ചിങ് നടക്കുന്നത് ഫുൾ HD 30 മാത്രമാണ്. ഫുൾ HD 60 ഇട്ടാലും പറ്റത്തില്ല, 4K 30 ഇട്ടാലും പറ്റത്തില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇതേ ടൈമിൽ തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് UHD 30 FPS വീഡിയോ ആണ്, 4K 30 FPS. അപ്പോൾ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ സെൽഫി മോഡും അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വേറെ എടുത്ത് വന്നപ്പം അല്ലാതെ എടുക്കുന്നൊരു വീഡിയോ ആണ്, ഒരാളെ കൊണ്ട് എടുപ്പിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു വീഡിയോ അല്ലെ ഷൂട്ട് ചെയ്യാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് സെറ്റിങ്സിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ആപ്ലിക്കേഷൻസ് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. നമ്മൾ ബൂട്ട് ചെയ്ത് എടുക്കുന്ന സ്നാപ്ചാറ്റ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്, അൺഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെയാണ് ഫോൺ പേ, ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം. ബൈജൂസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഒന്നും വലിയ കുഴപ്പം. ഇതിന് ഉണ്ണിയെ പറ്റി പറയാമല്ലോ, 2 പേജ് മാത്രമേ ഉള്ളതാണ്. ടോട്ടലി ഇത്ര ആപ്ലിക്കേഷൻസേ നിങ്ങൾക്ക് ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സാംസങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉണ്ണിയും അടിപൊളിയാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ബ്ലോട്ട് വേസും കാര്യങ്ങളൊക്കെ ഒത്തിരി വരുന്നില്ല. 3-4 ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 2 പേജേ ഉള്ളൂ. 2 പേജ് പൂർണ്ണമായിട്ടും ഇല്ല, ബാക്കിയുള്ളത് നമുക്ക് അൺഇൻസ്റ്റാളും ചെയ്ത് കളയാം. കാരണം ഒരു പേജിനകത്തുള്ളതാക്കി ഇടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ. കറക്റ്റ് കളറിൻ്റെ പേര് പറയുവാണെങ്കിൽ സ്റ്റാർ ഡസ്റ്റ് സിൽവർ എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ ഡസ്റ്റ് സിൽവർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റി 8GB 256 വരുന്നുണ്ട്. അപ്പം 35,000 സംതിങ് ആണ് ഇതിൻ്റെ MRP വരുന്നത്. നമുക്ക് ഫ്ലിപ്കാർട്ടിലേക്ക് 30,000 സംതിങ്ങിന് മേടിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. പിന്നെ ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 വോട്ടിൻ്റെ അഡാപ്റ്റർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 1.5 മണിക്കൂർ ഫുള്ളാക്കാൻ പറ്റും. അഥവാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു നോർമൽ സാംസങ്ങിൻ്റെ ചാർജർ ആണെങ്കിൽ നമുക്കൊരു 2 hours എടുക്കും. 2 hours മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം 80% ഒരു അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും. പിന്നെ കുറച്ചൊന്ന് സ്ലോ ആവും. 25 ആണെങ്കിലും നമുക്കൊരു 1.5 മുതൽ അതിന് മുകളിലോട്ട് വരെ വരാം. 6000 mAh ബാറ്ററി ഉള്ളപ്പോൾ നമുക്കൊരു കോംപ്രമൈസ് ആയിട്ട് തോന്നത്തില്ല. കാരണം 1000 mAh നമുക്ക് അഡീഷണൽ വരുന്നുണ്ട്. 5000 mAh ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, അപ്പം ഈ ഒരു ഫോൺ എങ്ങനെയുള്ളവർക്ക് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പിന്നെ കുറേ നാൾ യൂസ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്കും, അതേപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി 5 വർഷത്തെ അപ്ഡേറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറേ നാൾ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നെ ചെറിയൊരു ക്യാമറ കോംപ്രമൈസ് നോക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം. കാരണം
സ്റ്റെബിലൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ ഫുൾ HD 30 മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നോർമൽ ഔട്ട്പുട്ടൊക്കെ കുഴപ്പമില്ല, കാരണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതാണ് തോന്നിയത്. ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം, ഹെവി ഒന്നും പറയുന്നില്ല കാരണം അത്രയ്ക്കൊന്നും പറയാൻ ഇല്ല. ആവറേജ് ഔട്ട്പുട്ട് പെർഫോമൻസ് കിട്ടും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എടുക്കാമെന്ന് വെച്ചിരുന്നതാണ്, ചോദിച്ചപ്പം ഞാൻ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കുക എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.